Okay, fourth session of the day. നല്ല ഓപ്പർച്യൂണിറ്റി എന്തെങ്കിലും ഉണ്ടോ നോക്കാം. 15 മിനിറ്റിൻ്റെ സെഷനാണ് നോർമലി ഞാൻ ചെയ്യാറ്. ഓക്കെ, ഒറ്റ നോട്ടത്തിൽ നോക്കിക്കഴിഞ്ഞപ്പോൾ പ്രത്യേകിച്ച് ഓപ്പർച്യൂണിറ്റി ഒന്നുമില്ല. വെയിറ്റ് ചെയ്യാം. ഇവിടെ ഒരു റെസിസ്റ്റൻസ് ഉണ്ട്. ഇപ്പോൾ കറൻ്റ് ആക്ച്വലി ഒരു റെസിസ്റ്റൻസിലാട്ടത്. ഇതൊരു റെസിസ്റ്റൻസ് ഏരിയയാണ്. പക്ഷെ ഇതിനും കുറച്ചുകൂടി മുകളിലോട്ട് വന്നു കഴിഞ്ഞാൽ, അതായത് ഇതിവിടേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ ഒന്നുകൂടി നല്ലൊരു സ്ട്രോങ് സെല്ലാണെന്ന് പറയാം. അവിടേക്ക് ക്യാൻഡിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് എൻട്രി നടത്താം. ഇവിടെ സപ്പോർട്ട് ഉണ്ടായിരുന്നു. ഇതിൽ അവിടെ റെസിസ്റ്റൻസ് ഉണ്ട്. കുറച്ചുകൂടി മുകളിലോട്ടൊക്കെ പോവുകയാണെങ്കിൽ സെല്ല് ചെയ്യാം. അതുകൊണ്ട് ഇത്രയൊക്കെ വന്നു കഴിഞ്ഞാലാണെങ്കിൽ നമുക്ക് സെല്ലെടുക്കാവുന്നതാണ്. പക്ഷെ അത് ഹാഫ് ചാൻസ് ആണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വേറെ നോക്കാം. നമ്മൾ ഉദ്ദേശിച്ച സ്ഥലത്ത് ഓൾറെഡി റെസിസ്റ്റൻസ് കാണിച്ചിരുന്നു. അപ്പോൾ ഇനി ഇവിടെ എടുത്തു കഴിഞ്ഞാൽ നല്ലൊരു ഓപ്ഷൻ ആയിരിക്കുമോ? മേ ബി ഈ ട്രെൻഡ് ലൈനിലോട്ട് പോകാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ ഇവിടെ സെല്ലെടുത്താൽ അത്ര നല്ല ഓപ്ഷൻ ആയിരിക്കില്ല. ഒന്നാമത് മിഡിൽ പോർഷനാണ്. ഇവിടെ ബ്രേക്ക് ചെയ്ത് താഴേക്ക് വന്നു. നമുക്ക് നല്ല ഓപ്പർച്യൂണിറ്റി ഇല്ലെങ്കിൽ എൻട്രി എടുക്കാതിരിക്കുമോ? അത്രേ ഉള്ളൂ. നമ്മൾ സ്ഥിരം ചെയ്യാറുള്ള കുറച്ച് നല്ല പാറ്റേണുകൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കാണാൻ പറ്റും. അങ്ങനെയുള്ള പാറ്റേണുകൾ വന്നാൽ മാത്രം ട്രേഡ് എടുത്താൽ മതി. ഇവിടെ ഒരു സപ്പോർട്ട് ഫോം ചെയ്യാനും ചാൻസ് ഉണ്ട്. ഫോം ചെയ്ത് കഴിഞ്ഞാൽ നേരെ മുകളിലോട്ട് പോകും. അഥവാ ഈ സപ്പോർട്ട് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ട്രെൻഡ് ലൈനും ബ്രേക്ക് ചെയ്യാനുള്ളൂ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ താഴേക്ക് വരും.
നോക്കാം. നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ ഈ ഭാഗത്തൊക്കെ തന്നെ ഒരു റെസിസ്റ്റൻസ് കിട്ടി. പക്ഷെ നമുക്കത് സ്ട്രോങ് അല്ലാത്തതുകൊണ്ട് സെൻറ്റർ എടുക്കാൻ പറ്റിയില്ല. ഇവിടെ മേളിലോട്ട് പോകുമെന്ന് തോന്നുന്നുണ്ട് കേട്ടോ കണ്ടിട്ട്. പക്ഷേ ഇവിടെ ഒരു റെസിസ്റ്റൻസ് ഉണ്ട്. സപ്പോർട്ടിലാണ്. ഈ സപ്പോർട്ട് ബ്രേക്ക് ചെയ്ത് താഴേക്ക് വരാൻ ചാൻസ് ഉണ്ട്. വേറൊരു സപ്പോർട്ട് ഇവിടെ ഉണ്ട്. ഇവിടെ നമുക്ക് ബൈ ചെയ്യാൻ ശരിയല്ല. ഇവിടെ ഒരു റെസിസ്റ്റൻസ് ഉണ്ടെന്ന് വേണമെങ്കിൽ പറയാം. സെല്ലെടുക്കാൻ കാരണം ഇതിന് തൊട്ട് മുന്നേയുള്ള ക്യാൻഡിൽ ഇൻവേർട്ടർ ഹാമറാണ്, അതിന് തൊട്ട് മുന്നേ ഹാമറാണ്. അപ്പോൾ ആക്ച്വലി അത് രണ്ട് റെഡാണ്. ഒരു സെല്ലിങ് ആ ഭാഗത്തുണ്ടെന്ന് ഉള്ളൊരു തോന്നലിലാണ് ഇവിടെ സെല്ല് ചെയ്തത്. ഓക്കെ, ഇത് നോക്കിക്കൊണ്ട് കണ്ട വേറെ പേരിലോട്ട് പോകാം. റെസിസ്റ്റൻസ് അവിടെ നമുക്ക് ജസ്റ്റ് മിസ്സായി പോയത്. ഈ പ്ലെയറെല്ലാം ഞങ്ങൾ നോക്കിക്കൊണ്ടിരുന്ന ശേഷം കഴിഞ്ഞൊരു ട്രേഡ് മറ്റേ പ്ലെയറിലെടുത്തില്ലേ, ആ സമയത്ത് മിസ്സായി. It's okay. നമ്മളിവിടെ ട്രേഡ് എടുത്തത് ഒരു മിഡിൽ പോർഷനിലാണല്ലേ. അപ്പോൾ ഒരു ഇത്രയും നേരം അനലൈസ് ചെയ്തിട്ട് അത് ഓക്കെ അല്ലാത്തൊരു ട്രേഡ് ആയിരുന്നു. ഇവിടെ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ ആണെങ്കിൽ ഒരു സെല്ലുണ്ട്, പക്ഷെ അത് മിഡിൽ പോർഷനിലാണ്. ഇത് നല്ലൊരു എൻട്രി ആണ്, മിസ്സായത് കുഴപ്പമില്ല. ഒരു ട്രെൻഡ് ലൈൻ ഉണ്ട് കണ്ടതേ.
നമുക്കിപ്പോൾ 30 സെക്കൻഡ് ട്രേഡ് ആദ്യമേ വിന്നായി. പക്ഷേ ആ 1 മിനിറ്റിൻ്റെ ട്രേഡ് എടുത്തത് ലോസാക്കാൻ വേണ്ടി ശ്രമിച്ചിരുന്നു. ലാസ്റ്റ് നിമിഷം അവിടെ ആക്ച്വലി ലോസ് ആയാനെ. നോക്കിയേ, അവിടെ ലാസ്റ്റ് സെക്കൻഡിലാണ് കിട്ടിയത്. പക്ഷെ നമ്മൾ വെയിറ്റ് ചെയ്തതിനുള്ളൊരു റിസൾട്ട് കിട്ടി ആക്ച്വലി, ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ. ബട്ട് ലാസ്റ്റ് സെക്കൻഡിൽ 1 മിനിറ്റിൻ്റെ 2 ട്രേഡുകൾ ലോസിലോട്ട് പോയെങ്കിൽ നമ്മളുടെ മൈൻഡിൽ ചെറിയ ഇമോഷൻസ് ചേഞ്ചൊക്കെ ഉണ്ടായേനെ. അപ്പോൾ അതാണ് ശ്രദ്ധിക്കേണ്ടത്. ആക്ച്വലി ഇവിടേക്കൊരു സിംഗിൾ ട്രേഡ് എടുത്തു. ആക്ച്വലി ഈ ഭാഗത്താണൊരു റെസിസ്റ്റൻസ് പോലെ എനിക്ക് തോന്നിയത്. പക്ഷെ അതിന് മുന്നേ ഞാൻ എടുത്തു. 2 മിനിറ്റിൻ്റെ ട്രേഡ് എടുത്താലും മതിയായിരുന്നു അല്ലേ? ഓവർ കോൺഫിഡൻസ് ആണോ? ഇത് വെയിറ്റ് ചെയ്യാം അല്ലേ? അത് ബ്രേക്ക് ചെയ്താൽ ഇവിടേക്ക് പോകും. ഇത്തിരി ഓവറായി കേട്ടോ. വെയിറ്റ് ചെയ്യായിരുന്നു. സ്റ്റിൽ ഇപ്പോൾ കറണ്ട് ട്രേഡ് ലോസ് വന്നു കഴിഞ്ഞാലും നമ്മൾ 2 ലോസായി പോകും. അത് സീനില്ല. മൾട്ടിപ്പിൾ ട്രേഡ് എടുക്കണ്ടല്ലോ, ഇത് ഒഴിവാക്കാം. പുള്ളി നമ്മുടെ ഡിസിഷൻ തെറ്റായിരുന്നു. വീണ്ടും മിഡിൽ പോർഷനിൽ ഓക്കെ. ഇപ്പം മിഡിൽ പോർഷനിലെ ട്രേഡ്സ് ഒഴിവാക്കണം നല്ലത്. വാവ്, ഇതെന്താ ഇങ്ങനെ സംഭവിക്കുന്നു? ആ ട്രെൻഡിലും ബ്രേക്ക് ചെയ്തിട്ട് മേളിലോട്ട് വരുന്നു. ഒറ്റ ക്യാൻഡിൽ ഇത്രയും. ഇവിടെ ഒരു സെല്ലിന് ചാൻസ് ഉണ്ടല്ലോ, അതെവിടെ ആയിരിക്കും സെല്ല് വരുന്നത്? പക്ഷേ ഈ ക്യാൻഡിൽ, കറണ്ട് ക്യാൻഡിൽ ഗ്രീൻ ആവുന്ന ചാൻസ്. മേ ബി നെക്സ്റ്റ് ക്യാൻഡിൽ റെഡ് ആവാം. ഇങ്ങനത്തെ ഒരു ഓപ്ഷൻ നമുക്ക് നോക്കാം. അതായത് ഈ കറണ്ട് ക്യാൻഡിൽ ഗ്രീനായിട്ട് കുറച്ചുകൂടി മുകളിലോട്ട് പോയി ഈ റെസിസ്റ്റൻസിൻ്റെ ഇവിടെ പോയി ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സെല്ലെടുക്കാം. ഇപ്പോൾ സെല്ലെടുത്ത റിസ്ക്കാണ്. എന്നുവെച്ചാൽ ഇതിന് മുന്നത്തെ ഒരു പ്രീവിയസ്ലി ഒരു സ്ട്രോങ് ബുൾ ക്യാൻഡിലാണ്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഒന്നും ചെയ്യണ്ട, വെയിറ്റ് ചെയ്യാം. അവോയ്ഡ് ഇറ്റ്. ഇവിടെ ഈ റെസിസ്റ്റൻസിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ ഒരു സെല്ലടിക്കാം. അവോയ്ഡ് ഇറ്റ്. ഇതിലൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ സപ്പോർട്ട് ബ്രേക്ക് ചെയ്തു. ഇവിടെയും ചെയ്യാൻ പറ്റില്ല. നമുക്ക് വേണമെങ്കിൽ സെല്ലെടുക്കാനൊക്കെ തോന്നും, പക്ഷേ മുകളിലോട്ട് പോകാൻ ചാൻസ്. നമ്മുടെ ടൈം കഴിഞ്ഞു. 15 മിനിറ്റ് സെഷൻ തീർന്നു. ഓക്കെ, ഇതെന്തായിരിക്കും അപ്പോൾ സംഭവിച്ചത്? ആ ഒരു ഗ്രീൻ ക്യാൻഡിൽ വന്നത് സെല്ലേഴ്സിൻ്റെ സ്റ്റോപ്പ് ലോസ് എടുപ്പിച്ചിട്ടുണ്ട് എന്തായാലും. ഇവിടെ എല്ലാവരും കുറേ പേര് സെല്ല് ചെയ്തല്ലോ, അതിൻ്റെ സ്റ്റോപ്പ് ലോസ് എടുപ്പിച്ചു. അപ്പോൾ മേ ബി മേളിലോട്ട് പോയപ്പോൾ കുറച്ച് പേര് ബൈ ചെയ്തിട്ടുണ്ടാവും. ആ ബൈയേഴ്സിൻ്റെ സ്റ്റോപ്പ് ലോസ് ഇപ്പോൾ എന്തായാലും അടിച്ചു. ഇനി പൊട്ടി താഴേക്ക് വരും. ഓക്കെ, ആ റെസിസ്റ്റൻസ് ലൈൻ ബ്രേക്ക് ചെയ്തു. പിന്നെ ഇവിടെയും അതുപോലെ തന്നെയാണ് ഇരിക്കുന്നത്. ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്തിട്ടുള്ള മൂവ്മെൻറ്റ്. മുകളിലൊരു റെസിസ്റ്റൻസ് ഉണ്ട്, അവിടേക്ക് പോകാനുള്ള ചാൻസ് ഉണ്ട്. ടൈം കഴിഞ്ഞ് നമുക്ക് നെഗ്ലക്റ്റ് ചെയ്യാം. ഓക്കെ, അടുത്ത സെഷനിൽ കാണാം.